അനന്തകുമാർ എന്ന ഗുണഭോക്താവിന് അനുവദിച്ച 6500 രൂപയുടെ ഭക്ഷ്യ കൂപ്പൺ അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള കൗൺസിലർ തട്ടിയെടുത്തപ്പോൾ അത് സംബന്ധിച്ച് ഒരു വാർത്ത പോലും കൊടുക്കാൻ സാധിച്ചില്ല. കോൺഗ്രസിനിട്ട് നിലപാട് സ്വീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിനെയും വലതുപക്ഷ മാധ്യമങ്ങളെയും സ്വാധീനിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. കുറേ ദിവസമായി ചില വാർത്തകൾ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൂപ്പൺ തട്ടിപ്പിനെ സംബന്ധിച്ച്. അതും ഭക്ഷ്യ കൂപ്പൺ എന്ന് പറയുന്നത് അതിദരിദ്രരായ ആളുകളുടെ അതിദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി നൽകുന്ന കൂപ്പണാണ് യഥാർത്ഥത്തിൽ തട്ടിച്ചത്. ആ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 5500 6000-നടുത്ത് ഉറപ്പിക യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് തട്ടിയെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു വാർത്തയും അതിൻ്റെ ഭാഗമായിട്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല.